എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം റാങ്ക് ലിസ്റ്റ് ഏകീകരണത്തിൽ വീഴ്ച സംബന്ധിച്ച് സിപിഐഎമ്മും സർക്കാരും അവസാന നിമിഷം പ്രോസ്പെക്ടസിൽ വരുത്തിയ മാറ്റത്തിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന് കൃത്യമായ മറുപടിയില്ല. മാർക്ക് സമീകരണത്തിൽ മുൻകൂട്ടി തീരുമാനം വേണ്ടിയിരുന്നതായി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സമ്മതിച്ചു. തീരുമാനമെടുത്ത മന്ത്രിസഭായോഗത്തിൽ സിപിഐ മന്ത്രിമാർ ഉൾപ്പെടെ എതിർപ്പുന്നയിച്ചിരുന്നു. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ ഫലപ്രഖ്യാപനം റദ്ദാക്കേണ്ടി വന്നത് സർക്കാരിന് വൻ തിരിച്ചടിയാണ്. അവധാനതയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായാണ് സംഭവം വിലയിരുത്തപ്പെടുന്നത്. മാർക്ക് സമീകരണ സമ്പ്രദായത്തിൽ മാറ്റം വരുത്താൻ തീരുമാനമെടുത്ത ജൂൺ 30 മന്ത്രിസഭായോഗത്തിൽ പല മന്ത്രിമാരും എതിർപ്പ് അറിയിച്ചിരുന്നു. CPI മന്ത്രിമാരുടെ അടക്കം എതിർപ്പ് അവഗണിച്ചാണ് തീരുമാനത്തിലേക്ക് പോയത്. എന്തുകൊണ്ടാണ് അവസാന നിമിഷം മാറ്റം വരുത്തിയെന്ന ചോദ്യത്തിന് സർക്കാരിന് മറുപടിയില്ല. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. നിങ്ങളൊക്കെ വലിയ CIDകളാണല്ലോ. മന്ത്രി മാധ്യമങ്ങളെ പഴിചാരി വിഷയത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പിഴവ് സംഭവിച്ചുവെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ വിലയിരുത്തൽ. അത് തുറന്നു സമ്മതിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും അവസാന നിമിഷം തീരുമാനമെടുത്തതിൽ വീഴ്ചയുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി സമ്മതിച്ചു. കേരളത്തിലെ കുട്ടികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമം യഥാർത്ഥത്തിൽ പ്രായോഗികമായില്ല. ഇനി മുൻകൂട്ടി ആലോചിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി അടുത്ത പ്രാവശ്യമാകുമ്പോഴേക്ക് കേരള സിലബസുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ കുട്ടികളുടെ താല്പര്യത്തിന് കൂടി ഉതകുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധ വേണമെന്നാണ് CPIM സർക്കാർ നൽകുന്ന നിർദ്ദേശം. 24 തിരുവനന്തപുരം.